തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരുത്തുറ്റ ജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുകയാണ് UDF. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദങ്ങൾ സർക്കാരിനെതിരെ ജനവികാരം സൃഷ്ടിച്ചു എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഉള്ളത്. നമുക്ക് അമൽ തേനമ്പറമ്പിലോട് ചോദിക്കാം വിശദവിവരങ്ങൾ. അല്ലേ അമൽ, ഗുഡ് മോർണിംഗ്. UDFിന്റെ ശക്തമായ വിജയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൊരു മുന്നോടിയായി കാണുകയാണോ? ഇതൊരു ആവേശമായി ഉൾക്കൊണ്ട് UDF പ്രവർത്തനങ്ങൾ മുന്നോട്ട് ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണോ? ജയത്തോടുകൂടി എങ്ങനെയാണ് UDF ക്യാമ്പുകളുടെ പ്രതികരണം? മുത്തി, സമീപകാലത്തൊന്നും കാണാത്ത അത്ര വലിയ ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ UDFന് ഇതുപോലെയൊരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം ഒരുപോലെ തന്നെ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, UDF നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ UDF നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഈ വിജയത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു. കേവലം ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് ഈ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും പ്രചരണം നടത്താൻ, അല്ലെങ്കിൽ UDF ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ആ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം പ്രചരണത്തിന് വേണ്ടത്ര പണം നൽകാൻ പോലും നേതൃത്വത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. വാർഡ് വിഭജനം ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിനുശേഷം പിന്നീട് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയങ്ങളെല്ലാം വന്ന് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്ര വലിയ ഒരു വിജയത്തിലേക്ക് UDF പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിൽ കൃത്യമായ ഘടകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് നിലവിൽ അതില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിലും മണ്ഡലം കമ്മിറ്റിക്ക് താഴേക്ക് മണ്ഡലം കമ്മിറ്റിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സാങ്കേതികമായി, പക്ഷേ അതിനും താഴെത്തട്ടിലേക്കുള്ള ഘടകങ്ങളൊന്നും കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമില്ല. അപ്പോഴാണ് അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വലിയ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടായി. എന്ത് പറഞ്ഞ് വോട്ട് തേടും എന്നൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പല സ്ഥാനാർത്ഥികളെയും വലിയ കുഴപ്പത്തിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ സണ്ണി ജോസഫ് ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേട്ട ശേഷം അമലിലേക്ക് വരാം.